നമ്മൾ യുണീക്കാക്കുന്നത് നമ്മളെ മട്ടൻ ഷവർമ തന്നെയാണ്. മട്ടൻ ആരും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ റിലേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഷോപ്പ് പാർട്ണർഷിപ്പ് പോവുകയാണെങ്കിൽ അന്ന് ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് ഇപ്പോഴും ആ തീരുമാനം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും 10K ആണ് സാലറി കിട്ടുന്നതെങ്കിൽ പൊറാട്ട അടിച്ചിട്ട് 40,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ചിലരുടെ ഇടയിലെങ്കിലും ഷവർമയ്ക്ക് ഒരു വില്ലൻ പരിവേഷം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് തന്നെ. മോസ്റ്റ് ഓഫ് ദ 50% ചില 60% ഇൻഗ്രീഡിയൻസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. സുനാമി ചിക്കൻ കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ചത്ത കോഴി വരുന്നത് കേസുകളൊക്കെ വളരെ ചുരുക്കമുള്ളൂ. 1-2 കേസ് പിടിക്കുമ്പോഴേക്ക് എല്ലാം അതാണ് പറയുന്നതിനോട് യോജിപ്പില്ല. ഭയങ്കര സന്തോഷം തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോച്ചെ നമ്മളെ സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ട് ഒരു സ്നാക്കിന്റെ മുകളിൽ മാത്രം പിടിച്ചുകൊണ്ട് ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും നിങ്ങളുടെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യേണ്ടത്? കേരളത്തിന്റെ ഫുഡ് ക്യാപിറ്റൽ എന്നാണ് കോഴിക്കോട് അറിയപ്പെടുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ലോക ശ്രദ്ധ നേടിയിട്ടുള്ള പല വിഭവങ്ങളും പല ബ്രാൻഡുകളും ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് സർവ് ചെയ്തു തരാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ട്. സോ ഇന്ന് ഫുഡ് ഇൻഡസ്ട്രിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി മട്ടൻ ഷവർമ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ തങ്ങളുടെ ബിസിനസ് ബ്രേക്ക് ഈവൻ ആക്കി മാറ്റിയ F&D ഷവർമയുടെ ഫൗണ്ടറായിട്ടുള്ള ഡാനിഷ് ബ്രോയും ബേസിൽ ബ്രോയുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, ദിസ് എപ്പിസോഡ് വിൽ ബി വെരി വാല്യുബിൾ ഫോർ യു. ഈ ഒരു സെക്ടറിലെ മേജർ ചാലഞ്ചുകളും ഗവൺമെന്റ് റൂൾസും മാറുന്ന ഫുഡ് ഇൻഡസ്ട്രിയും ഒക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യും. സോ വൺസ് അഗെയിൻ വെൽക്കം ടു വൈസ് അപ്പ്. സോ എങ്ങനെയാണ് ഈ ഒരു ഷവർമ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്? ആക്ച്വലി എന്താണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? നമ്മൾ ആക്ച്വലി ഷവർമ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആക്ച്വലി ഒരു 2018 മുതലാണ് നമ്മൾ ഏകദേശം ഒരു 6 പേരുണ്ട്. ഞങ്ങൾ 6 പേരാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വരുന്നത്. അപ്പോൾ 2018 മുതൽ നമ്മൾ പിന്നെ പല സ്ഥലങ്ങളും നോക്കുന്നുണ്ട്, കാലിക്കറ്റ് തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നോക്കി. പിന്നീട് അത് 2 വർഷത്തോളം അത് നീണ്ടു. അത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നത് അത്രയും പ്രോപ്പറായിരിക്കണം എന്നുണ്ട്. അത്രയും നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു സാധനം തുടങ്ങണമെന്നുണ്ട്. ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള മൂഡിലായിരുന്നുണ്ടായിരുന്നത്. പിന്നെ 2020 ആയതോടുകൂടി കോവിഡ് വന്നു. നമ്മൾ പ്ലാൻ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്ത്. പിന്നെ 2021-22 സമയത്താണ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഓക്കെ നമുക്കിനി തുടങ്ങാം, എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആളുകൾക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് സ്നാക്സ് ഐറ്റംസ്. പിന്നെ അത് കഴിഞ്ഞാലുള്ളൊരു സാധനമാണ് ഈ ഷവർമ എന്ന് പറയുന്നത്. ഷവർമ സ്റ്റാർട്ട് ചെയ്താലോ, ഇല്ലെങ്കിൽ ഷവർമ ഷവർമ നമുക്ക് എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് കൊണ്ടുവരണം. അല്ലാതെ നമ്മളിന്ന് എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള ഷവർമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നിന്ന്. അപ്പോഴാണ് നമ്മളൊരു ഫ്രണ്ട്, ഒമാനിലുള്ളൊരു ഫ്രണ്ട് ഈ ഒരു തോട്ട് പറയുന്നത്. ഈ മട്ടൻ മുഴുവനായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ, അതായത് മട്ടൻ ഗ്രില്ല് ചെയ്ത് വരുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ നിന്ന് മട്ടൻ്റെ മീറ്റ് ചെത്തിയെടുത്തിട്ട് അത് ഷവർമ ആക്കുന്ന രീതി. നമുക്ക് കുറച്ച് റിസ്ക്കിയാണ്, നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പുറത്ത് വീണ്ടും ഒന്ന് ആലോചിച്ച് അങ്ങനെയാണ് അത് മുന്നോട്ട് വന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? ആക്ച്വലി ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഓക്കെ. അപ്പോൾ ഈ നിങ്ങൾ കുറേ ഐഡിയാസ് നോക്കി ലാസ്റ്റിലാണ് ഷവർമ എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തുന്നത് അല്ലേ? അതെ. അപ്പോൾ ഷവർമ ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ എന്തൊക്കെ ചലഞ്ചസ് ആണ് നേരിട്ട് ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനായിട്ട്? ആക്ച്വലി ഇതിൻ്റെ റെസിപ്പി വലിയൊരു ഘടകമാണ്. കാരണം നമ്മളെ നാട്ടിലുള്ള അധിക ഷവർമൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യൻ മസാലകളാണ് അധികവും. ഇന്ത്യൻ മസാലകൾ ഇട്ടിട്ട് നമ്മളൊരു ഇന്ത്യൻ കൾച്ചറിൽ കൊണ്ടുവരുന്നൊരു സംഭവമാണ്. വിറ്റ് പോവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തത പിടിക്കണമെന്നുണ്ടായിരുന്നു. കാരണം നമുക്കും വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് വിറ്റ് പോകുന്നതിനപ്പുറം കഴിക്കുന്ന സാധനം നല്ലതാണെന്ന് ആളുകൾ പറയണം. നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ റെസിപ്പിയിലേക്ക്, ഇനി അടുത്തത് നമ്മൾ ആ റെസിപ്പിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ ഒരാളെ ഒമാനിൽ വിട്ടിട്ട് അവിടുത്തെ ഒരു മട്ടൻ ഷവർമൻ്റെ ഷോപ്പിൽ ആളെ വിട്ട് പഠിപ്പിച്ചതാണ് നമ്മൾ. അപ്പം അതിൻ്റേതായ എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ തുടക്കത്തിൽ മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ അവിടെ പോയി അതെല്ലാം പഠിച്ച് നാട്ടിൽ വന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് ട്രയൽ ചെയ്തു. ഞങ്ങൾ ഏകദേശം ഷോപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്
നിയർലി 3 മാസം 4 മാസം നമ്മൾ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഫ്ലേവർ ചെയ്യാൻ വേണ്ടി മാത്രം നിന്നു. അതായത് 4 മാസം ട്രയൽ ചെയ്തു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ അജിനാമോട്ടോ ഇടാതെ മട്ടൻ സോഫ്റ്റ് ആവില്ല എന്ന് പറഞ്ഞു. അജിനാമോട്ടോ കമ്പൽസറി ആണെന്ന് പറഞ്ഞപ്പോൾ അതിനോട് ഒരു യോജിപ്പ് കുറവുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പുള്ളിക്കാരനോട് പറഞ്ഞു അജിനാമോട്ടോ ഇടാതെ സോഫ്റ്റ് ആക്കാൻ പറ്റണം. കാരണം നമ്മൾ നമ്മളെ വീട്ടുകാർക്കും ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ്. നമ്മൾ വെറും ബിസിനസ് മെൻറ്റാലിറ്റിയിൽ തുടങ്ങുന്നൊരു സംഭവമല്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അതൊരിക്കലും നടക്കില്ല. ഞങ്ങൾ എല്ലാ പ്ലാനും അവിടെ ഡ്രോപ്പ് ചെയ്ത് പുള്ളിക്കാരനെ പറഞ്ഞയച്ച് ഞങ്ങൾ ഒമാനിലൊക്കെ ആളെ കാര്യമാണ് പറയുന്നത്. അതെ. അപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞയച്ച് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ മുന്നിലേക്ക് പിന്നെ വേറൊരു ഷവർമ മേക്കർ വരുന്നതും. പുള്ളിക്കാരൻ ഗൾഫിൽ ഭയങ്കരമായിട്ട് വലിയ ഷോപ്പ് നടത്തിയ ആളായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനോട് ചോദിച്ചപ്പം പറഞ്ഞു മട്ടൺ സോഫ്റ്റ് ആക്കാൻ നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ നാട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഞങ്ങൾ ഏതാണെന്ന് പറയില്ല, ബിസിനസ് അതായത് നമ്മൾ റെസിപ്പിയുടെ സീക്രട്ട് ആയതുകൊണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചി റെഡ് മീറ്റുകളെല്ലാം സോഫ്റ്റ് ആവും. അപ്പം അത് യൂസ് ചെയ്ത് നമ്മൾ റെസിപ്പി ഉണ്ടാക്കി വീണ്ടും ഞങ്ങൾ 1 മാസം 1.5 മാസം വീണ്ടും ട്രയൽ ചെയ്ത് അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ട്രയൽ ചെയ്യുന്നത്, കൂടെ അടുത്ത് അവിടെ കറങ്ങി നടക്കുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവർക്കൊക്കെ സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. കണ്ടിന്യൂ അവരൊക്കെ ഇപ്പോഴും ആ കോണ്ടാക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഈ ഒരു ഒമാനി ഷവർമയുടെ ആ ഒരു ടേസ്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണോ നിങ്ങളിപ്പോൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പം കറൻ്റ്ലി ഉള്ളത് ഒമാൻ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും തന്നെ ഫോളോ അപ്പ് ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ ആ യുണീക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു 50% ഒമാൻ മീൻസ് GCC ടേസ്റ്റ് കൊണ്ടുവന്നു. അതൊരു നമ്മൾ മലയാളീസിന് മടുക്കാത്ത വിധം തന്നെ എന്താ പറയുക നമ്മുടേതായിട്ടുള്ള സ്പൈസസും ആഡ് ചെയ്തു. സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതിൽ മെയിനായിട്ട് പുറത്തുള്ള ഷവർമക്കൊക്കെ ഉണ്ടാകും കുറച്ചൊരു പുളിപ്പുണ്ടാവും. അവരെല്ലാ ഷവർമക്കും ഫുഡ് ഐറ്റംസിനും ഉണ്ടാകുന്നൊരു സാധനം ചെറിയൊരു പുളിപ്പ്, അത് നമ്മളെ നാട്ടിലത്ര വർക്കാവില്ല. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഒരു ഷെഫിനെ കിട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ കറക്റ്റ് ആ ഫ്ലേവറിലേക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു ഷവർമേനെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു ചലഞ്ചായിരുന്നു. അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഷോപ്പിൻ്റെ കേസിലോ അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് നേരിട്ടോ അല്ലാതൊക്കെ സ്മൂത്തായി തന്നെ ചെയ്യാൻ പറ്റുമോ? എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം എത്ര ടൈം എടുത്തതൊന്ന് വർക്കായി വരാൻ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ളതാണ്. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അന്ന് വിചാരിച്ച സംഗതി എന്താ വെച്ചാൽ നമ്മൾ ഷോപ്പ് തുടങ്ങുന്നു, ഇൻ കേസ് നമ്മളെ റിലേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഷോപ്പ് പാർട്ട്ണർഷിപ്പ് പോവുകയാണെങ്കിൽ അന്ന് ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് ഇപ്പോഴും ആ തീരുമാനം അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളൊക്കെ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്, ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതുവരെ അതിനെ പുറത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റേ ആൾ അത് കവർ ചെയ്യും. അങ്ങനെ അത് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. മെയിൻ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷെഫിനെ കിട്ടുക, പുള്ളിക്കാരനത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഷെഫുമാർ പല രീതിയിലുണ്ടാവും, അവരവരുടേതായ രീതിയിൽ ചെയ്യും. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചെയ്യാത്ത ആളുകളുണ്ടാവും. പിന്നെ ഇവരൊന്നും പ്രോപ്പറായിട്ട് നിൽക്കില്ല, നമ്മളെ കൂടെ നിൽക്കില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആൾ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു എന്താ പറയുക മൂത്ത ചേട്ടനെ പോലെയൊക്കെ ഉള്ള ഒരാളാണ്, ബ്രദറിനെ പോലെ കാണുന്ന ആളാണ്. പുള്ളിക്കാരനാണ് നമ്മളെ സ്ട്രെങ്ത്ത്. ശരിക്കും ആക്ച്വലി നമ്മളെ ഷെഫും നമ്മളെ സ്റ്റാഫുമാണ് നമ്മളെ സ്ട്രെങ്ത്ത്. ഓക്കെ, ഡാൻസ് ബ്രോ, ഫുഡ് ഇൻഡസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഓരോ ദിവസവും കൂടുന്തോറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഷവർമ തന്നെ പലതരത്തിലുള്ള ഷവർമാസ് നമുക്കറിയാം. വേൾഡ് വൈഡ് ആയിട്ട് പല ഷവർമാസ് അവൈലബിൾ ആണ്. ശരിക്കും നിങ്ങളുടെ F&D ഷവർമേനെ യുണീക്ക് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? നമ്മൾ യുണീക്കാക്കുന്നത് നമ്മളെ മട്ടൻ ഷവർമ തന്നെയാണ്. മട്ടൻ ആരും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മട്ടൻ ഫുള്ളായിട്ട് മട്ടൻ്റെ ഫുൾ ബോഡി അതുപോലെ തന്നെ കൊണ്ടുവന്ന് അത് ഗ്രില്ല് ചെയ്യണം. ആ ഹീറ്റിൽ ഗ്രില്ല് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചെത്തിയിട്ട്, മീൻസ് ആ മട്ടൻ നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ഇട്ട് നമ്മളേതായ ഒരു മസാല ഉണ്ട്, അതിട്ട് സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു യുണീക്ക് ടേസ്റ്റ് തന്നെയാണ് നമ്മളെ. ഇനി ഈ ഒരു നിയർ ബൈ ഫ്യൂച്ചറിൽ ഷവർമ സെക്ടറിൽ എന്തൊക്കെ പുതിയ ഐഡിയകളാണ് വരാൻ, എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ അങ്ങനെ വരാൻ സാധ്യത ഉള്ളത്? ആക്ച്വലി നമ്മൾ ഫിഷ് ഷവർമ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഫിഷ് ഇതേപോലെ തന്നെ മട്ടൻ ചെയ്യുന്ന പോലെ തന്നെ ഫിഷിൻ്റെ ഷവർമ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ പോസിബിൾ ആണോ? ആക്ച്വലി
പോസിബിൾ പോസിബിൾ ആകാത്ത പ്രശ്നമല്ല. മീൻസ് ഫിഷിൻ്റെ മീറ്റ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ടാവും, അത് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം. മട്ടൻ ഷവർമയാണ് നിങ്ങളുടെ USP എന്ന് പറയണ്ടല്ലോ. അപ്പോൾ കേരളത്തിൽ ശരിക്കും മട്ടൻ ഷവർമ എത്ര സെയിലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും? കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോകുന്ന ചിക്കനും ഫിഷും തന്നെയായിരിക്കും. അപ്പോൾ മട്ടൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കൽ വാങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐറ്റം ആണല്ലോ നമ്മളിപ്പോൾ നോർമലി റെസ്റ്റോറൻറ്റ് പോയാലൊക്കെ. അപ്പോൾ അത് ഷവർമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അത് എത്ര സെയിലാകും അല്ലെങ്കിൽ ഇത്ര ഒരു പ്രോഫിറ്റ് ജനറേഷൻ പോസിബിൾ ആകും എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു സ്റ്റഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോസിബിൾ ആയിരുന്നു? ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷനാണ് മെയിനായിട്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാലിക്കറ്റ് മെയിൻലി അറിയപ്പെടുന്ന തന്നെ ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു ക്യാപിറ്റൽ എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാലിക്കറ്റിൽ തന്നെ ചൂസ് ചെയ്തത്. അതിന് മുന്നേ നമുക്ക് കൊച്ചിയിലും അവിടെയൊക്കെ ഇടാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ലൊക്കേഷന് ഒരു മേജർ സംഭവം തന്നെയാണ് ഈ മട്ടൻ ഷവർമ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത്. പിന്നെ ഇതിലുള്ളൊരു ചാലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് മട്ടനാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത് ഇത് സെപ്പറേറ്റ് മീറ്റ് എടുത്തിട്ടോ കാര്യങ്ങളോ അല്ല, ഇതിൻ്റെ സെപ്പറേറ്റ് മീറ്റ്. അപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 15 kg മട്ടൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 10 kg നിയർലി 10 kg മാത്രമേ നമുക്ക് മീറ്റ് മാത്രം കിട്ടുള്ളൂ, നിയർലി 10 kg. അപ്പം അതിൽ വരുന്ന പിന്നെ ചാലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് കൊടുക്കുക, കസ്റ്റമേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യുക എന്നുള്ള കാര്യമാണ്. പിന്നെ അതിന് പുറമെ വരുന്നത് കോസ്റ്റിങ് കാര്യങ്ങളാണ്. അപ്പം ഈ കോഴിക്കോട് ഭാഗത്ത് മെയിൻ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും മട്ടൻ താല്പര്യമാണ്. ഇതിൽ തന്നെ ഈ മട്ടൻ ചെയ്യുമ്പം ഒക്കേഷണലി വന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു മട്ടൻ റോള് ചെയ്ത് കൊടുക്കും, മട്ടൻ ഷവർമ ആക്കി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ കണ്ടൻ്റ് ആകും വരുന്ന റോള് മാത്രമേ ഉള്ളൂ. കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് കണ്ട് പറഞ്ഞ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെയിം ഫ്ലേവർ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഈ മട്ടൺ ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു മോസ്റ്റ് ഓഫ് നമ്മുടെ കാലിക്കറ്റിൽ തന്നെ ഒരുവിധം എന്താ പറയുക ഒരു 60 അല്ലെങ്കിൽ 75% ആൾക്കാരും മട്ടന് പ്യുവറായിട്ട് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അതിൽ എക്സ്ട്രാ ഫ്ലേവേഴ്സോ കാര്യങ്ങളോ ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അതിൽ നമ്മൾ എന്താ പറയുക 100% വിജയിച്ചു എന്ന് വിചാരിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഒരു ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് എത്രത്തോളം ഡെയിലി എത്രത്തോളം സെയിലാവും എന്നുള്ളതിലാണ് നമുക്ക് അല്ലാതെ മട്ടൻ്റെ അവൈലബിലിറ്റി ഒരു ചലഞ്ചാണ്. മട്ടൻ്റെ അവൈലബിലിറ്റി ശരിക്കും നമുക്ക് ചാലഞ്ച് വന്നിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് വേണ്ടിയ മട്ടന് റെഗുലറായിട്ട് സപ്ലൈ ചെയ്യാൻ എവിടെയായിരുന്നു സോഴ്സ്? നമ്മൾ കാലിക്കറ്റ് റീജിയണിൽ തന്നെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏജ് ലിമിറ്റുള്ള മട്ടനായിരുന്നു നമുക്ക് വേണ്ടത്. ആ ഏജ് ലിമിറ്റിൽ വേണ്ടി മട്ടന് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. നമുക്ക് ഈ ഏജ് ലിമിറ്റിലുള്ളത് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മളെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. കാരണം ഇന്നലെ വന്ന് കഴിച്ച കസ്റ്റമർ ആയിരിക്കില്ല ചിലപ്പോൾ ഇന്ന് വന്ന് കഴിക്കുന്നത്. അപ്പം ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഡെയിലി ഇത് വരുമ്പോൾ നമ്മൾ പ്യുവർലി നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക റെഗുലറായി കിട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള മട്ടൻ തന്നെയായിരുന്നു നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു, സപ്ലൈ ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. കറൻ്റ്ലി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡാനിഷ് ബ്രോ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ട് സ്ട്രീറ്റ് ഫുഡ് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഇടിച്ച് കയറുന്നുണ്ട്. അപ്പം പുറത്തൊക്കെ പോയിട്ട് ഒരു ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ പോലും ഇപ്പം ഒരു ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. ശരിക്കും ഈ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഈ ഒരു വളർന്നു വരുന്ന ഒരു ഗ്രോത്തിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ആക്ച്വലി വളരെ നല്ലൊരു സംഭവമാണ്. കാരണം നമ്മളിപ്പോൾ ഡൽഹി, ഹൈദരാബാദ് ഇതുപോലത്തെ ലൊക്കേഷനിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിലല്ലേ പോയി കഴിക്കാം. ആ റീജിയൻ്റെ ഒതൻറ്റിക് സാധനം കിട്ടണത് നമ്മൾ ഈ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം ശരിക്കും. അപ്പം നമ്മൾ കാലിക്കറ്റിൽ ഇല്ലാത്തൊരു പ്രശ്നമാണത്, ഇല്ലാത്തൊരു സംഭവമാണ് ഈ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത്. സ്ട്രീറ്റ് ഫുഡ് വളരെ കുറവാണ് നമുക്ക് ശരിക്കും. നമ്മളെ കാലിക്കറ്റിലൊക്കെ ബീച്ചിൻ്റെ ഏരിയ, പിന്നെ അതുപോലത്തെ ഒരുപാട് ഏരിയകൾ ഈ മിനിസ്റ്റേഴ്സും ഇവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രീറ്റ് ഫുഡ് സെന്റേഴ്സ് ഉണ്ടാക്കാം. വലിയങ്ങാടി അങ്ങനെ ചേഞ്ച് ചെയ്യാൻ എന്തൊരു ഐഡിയ ഉണ്ടായിരുന്നു. പ്ലാനുകൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഇവിടെ എന്തൊക്കെ നടക്കുന്നില്ല.
പക്ഷേ നമ്മളെ ബീച്ചിൻ്റെ ഏരിയ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോ കൗണ്ടറിനും ഇപ്പം അവിടെ ഇപ്പോൾ ഓൾറെഡി ഓരോ കൗണ്ടറുകളുണ്ട്. ഈ കൗണ്ടറുകൾക്കൊക്കെ ലൈസൻസ് ചെയ്തിട്ട് അവരൊക്കെ എല്ലാവരും വേണം. അവർ ഇപ്പം ഐശ്വര്യതയുള്ള ഒരു ടീം വേണം. അവിടെ തന്നെ മോമോസ് കൊടുക്കാൻ പറ്റണം, അവിടെ തന്നെ ഷവർമ കൊടുക്കാൻ പറ്റണം. ഇതിനൊന്നും പെർമിഷൻ കിട്ടാത്തൊരു വിഷയം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ട്രക്കിൽ നമ്മളൊരു അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടുന്നില്ല. കാലിക്കറ്റിൽ കിട്ടുന്നില്ല. ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിന് മുമ്പ് ഒരു ടീം ചെയ്തിട്ട് അവരെ പൂട്ടിച്ചതാണ് ഇവിടെ. കാലിക്കറ്റ് ആക്ച്വലി ഞാൻ അടുത്ത് ശ്രദ്ധയപ്പെട്ടതാണ്. കാലിക്കറ്റ് ഒരു ഫുഡ് സ്ട്രീറ്റ് ഗ്രോ ചെയ്ത് വരുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ കോവൂരിൽ നിന്ന് നമ്മുടെ ആ റോഡില്ലേ, വയനാട് കോവൂരിൽ നിന്ന് ഇരിങ്ങാടമ്പള്ളി റോഡിൽ അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 13-15+ ഒക്കെ ഇപ്പം കഫേസും റെസ്റ്റോറൻറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് 100 മീറ്റർ മാറിയിട്ടാണ് നമ്മളെ ഷോപ്പ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ കോവൂർ ഇപ്പം ഒരു റൂം ഓൾമോസ്റ്റ് സംസാരിച്ചാണ്. അതല്ല ഞാൻ ആക്ച്വലി പറഞ്ഞത്, നമ്മളൊരു SM സ്ട്രീറ്റ് ഒക്കെ പോലെ കാലിക്കറ്റ് ഒരു ഫുഡ് സ്ട്രീറ്റ് ഭാവിയിൽ ഒരു 10 കൊല്ലത്തിന് ശേഷം ആളുകൾ യൂഷ്വലി പറഞ്ഞു വരില്ല, അതായത് കാലിക്കറ്റ് ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവുക, അങ്ങനെ ഒരു സ്ഥലമായി മാറാനുള്ള ചാൻസ് ഇല്ല ശരിക്കും അവിടെ? മാറട്ടെ, അതുപോലത്തെ ഒരു സ്ഥലം വേണം കാലിക്കറ്റിൽ. അതുപോലത്തെ ഒരു സ്ഥലം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള, പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം വേണം. ഓക്കെ, ഞാനൊരു സംശയമായിട്ട് ചോദിക്കണം. ആക്ച്വലി നമ്മളിപ്പം ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഒരേ കൈൻഡ് ഓഫ് ഷോപ്സ് വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് നിങ്ങൾക്ക് ഒരു ചാലഞ്ച് അല്ലേ ആക്ച്വലി? അങ്ങനെയാണെങ്കിൽ നമ്മൾ SM സ്ട്രീറ്റിലൊന്നും ഡ്രസ്സ് വാങ്ങാൻ ആരോ വരുമോ? വാക്കിൻസ് ഉണ്ടാവും. അപ്പം ഒരു ഷവർമൻ്റെ ഷോപ്പിൻ്റെ അപ്പുറം തന്നെ വേറെ ഷവർമ ഷോപ്പ് വന്നുകൊണ്ട് കുഴപ്പമില്ല. ആളുകളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷവർമകൾ കഴിക്കാം. ഇപ്പോൾ നമ്മൾ SM സ്ട്രീറ്റ് പോകുന്നതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, വാക്കിൻസ് കൂടും. അപ്പോൾ അങ്ങനെയാണ് SM സ്ട്രീറ്റൊക്കെ വർക്കാണ്. അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റും വർക്കാവും. ഫുഡ് സ്ട്രീറ്റിൽ ഇതുപോലത്തെ റിപ്പീറ്റഡ് ഷോപ്പുകൾ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് സ്ട്രീറ്റായി മാറി കഴിഞ്ഞാൽ ആളുകൾക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ മട്ടൺ ഷവർമ അല്ലാതെ ചിക്കൻ ഷവർമയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതാണല്ലോ മെയിനായിട്ട് ഇപ്പോൾ സെയിലായി പോകുന്ന ഐറ്റം. അപ്പോൾ ഷവർമ ചെയ്യുന്ന ഒരുപാട് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ് നമ്മളെ നാട്ടിലുണ്ട്, കാലിക്കറ്റിൽ എസ്പെഷ്യലി ഉണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഷവർമ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്? നമ്മൾ ഇപ്പം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു 2-3 കാര്യങ്ങൾ മേജറായിട്ട് നമ്മളിപ്പോൾ ഇതിൽ നമ്മുടെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇപ്പം ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ പ്രോപ്പറായിട്ട്. അതിൽ തന്നെ നമ്മൾ മോസ്റ്റ് ഓഫ് ഒരു 50% അല്ലെങ്കിൽ 60% ഇൻഗ്രീഡിയൻസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട്. ആ ഇൻഗ്രീഡിയൻസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആരും നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് എന്താ പറയുക, അതിനുവേണ്ടി ഡെയിലി മീൻസ് ഈവൻ സ്റ്റോക്കിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റഡാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ എന്താ പറയുക, ചിക്കനാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. നമ്മൾ ആ ബിസിനസ് എപ്പോഴും എന്താ പറയുക മട്ടൺ തന്നെയാണ്, നമ്മുടെ ഒരു ഡൊമൈൻ എന്ന് പറയുമ്പോൾ മട്ടൺ തന്നെയാണ്. പക്ഷേ ചിക്കന് നമ്മളെ ബിസിനസ്സിന് നമുക്കൊരു ഗ്രോത്ത് തരുന്നുണ്ട് എന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മളത് എന്താ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഈ 1 year ആയല്ലോ ഈ ഒരു ബിസിനസ്സിൽ. അപ്പോൾ ഓവർ ദ ടൈം ഈ ഷവർമ കഴിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കൂടിയിട്ടുണ്ടോ അല്ല പണ്ടുള്ളതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഞങ്ങളത് കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങളത് എന്താ വെച്ചാൽ നമ്മളത് വൺസ് ഒരു തവണ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈവൻ ബൾക്ക് ഓർഡേഴ്സുമാണ് നമുക്ക് വരുന്നത്. അത് റെഗുലറായിട്ട് പോകുന്നുണ്ട് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം 1 വർഷമായില്ലേ? ശരി, ഏകദേശം 1 വർഷം, മോർ ദാൻ 1 year ആയി. ഓക്കെ, ബ്രേക്ക് ഈവൻ ആയോ ആക്ച്വലി? യെസ്. ഓക്കെ, 1 വർഷം കൊണ്ട്. ഒരു വർഷം 3 മാസമായി. ഇപ്പം നമ്മൾ ബ്രേക്ക് ഈവൻ ആയി. ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മളും കോൺഫിഡൻ്റ് ആയത് ഇനി മുതൽ ഫ്രാഞ്ചൈസീസും കാര്യങ്ങളൊക്കെ വയ്ക്കുക. നമുക്ക് ആക്ച്വലി തുടക്കത്തിൽ ഒരുപാട് ഫ്രാഞ്ചൈസി കോളുകൾ വന്നതാണ്. നമ്മൾ ആ സമയത്ത് അത് വേണ്ട എന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കാൻ കാരണം നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ച് പ്രോപ്പറായി നിന്നാൽ മാത്രമേ നമുക്ക് ഫ്രാഞ്ചൈസി കൊടുക്കുന്ന അവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാരണമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തുടക്കത്തിൽ ഇഷ്ടം പോലെ കോളുകൾ വന്നിട്ടുണ്ട്. കാരണം ഒരു യുണീക്ക് ഐറ്റം ആയതുകൊണ്ട് പല ഭാഗത്തുനിന്ന് കോൾ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം അന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിർത്തിയതാണ്. ഇപ്പം നമ്മൾ ബ്രേക്ക് ഈവൻ ആയപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യാമെന്നുള്ളത്. ഈ ഇപ്പം മട്ടൺ ഷവർമ എന്നുള്ളൊരു കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന എന്ന് പറയണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും അതിനെന്തെങ്കിലും ഒരു പാറ്റൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റൈറ്റ്സ് എടുക്കാനോ ഉള്ള ഓപ്ഷൻ ഉണ്ടോ?
ഇല്ലെങ്കിൽ പിന്നെ ഇത് നാളെ വേറെ ആര് വേണമെങ്കിലും ഇത് കോപ്പി അടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ? ഞാൻ അറിഞ്ഞിടത്തോളം അതിന് റൈറ്റ്സ് എടുക്കാനുള്ള വകുപ്പില്ല. ഞാൻ 1-2 പേരോട് അന്വേഷിച്ചിരുന്നു. കാരണം ഫുഡിൻ്റെ ഒരു മോഡൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫുഡിൻ്റെ ഇപ്പോൾ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതിന് ഒരു പേറ്റന്റ് എടുക്കാനുള്ള വകുപ്പില്ല. ആർക്കും വേണമെങ്കിലും തുടങ്ങാം. നമ്മൾ വെൽക്കമിങ് ആണ്, ആര് തുടങ്ങിയാലും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ വെൽക്കമിങ് ആണ്. മീൻസ് ആ കൾച്ചർ വരട്ടെ, മാർക്കറ്റിൽ ആ കൾച്ചർ വരട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഷവർമ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഷവർമേൻ്റെ ഒരിക്കലും ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവമാണ് മയണൈസ്. പക്ഷേ മയണൈസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ലോസ് ഒക്കെ വന്നല്ലോ. ഗവൺമെൻറ് ഭാഗത്തു നിന്നാണെങ്കിൽ തന്നെ മയണൈസ് ഇന്ന സമയത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ശരിക്കും അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ആ റൂൾസിനെ പറ്റിയിട്ട് എന്താണ് ബ്രോയിൻ്റെ ഒരു ഒപ്പീനിയൻ? ആക്ച്വലി നല്ല റൂളാണ്. കാരണം ഒന്ന് കസ്റ്റമർ ട്രസ്റ്റ് കൂടും. കസ്റ്റമർ ട്രസ്റ്റ് കാരണം ഇത് കൊണ്ടുനടക്കാതെ ഇനിയിപ്പോൾ ആർക്കും ഷവർമ ഷോപ്പും ഒരു ഷോപ്പും നടത്താൻ പറ്റില്ല. അത്രയും വൃത്തിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് മുതൽ ഫോളോ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആ ഷവർമൻ്റെതായാലും നമ്മൾ ഹമ്മൂസിൽ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഡെയിലി ചെയ്യും, പിറ്റേന്നത്തേക്ക് വെക്കുന്നൊരു സംഭവമില്ല. അപ്പോൾ നമ്മളത് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. കാരണം മയണൈസും കാര്യങ്ങളും നമ്മൾ അടുത്ത ദിവസത്തേക്ക് വെക്കില്ല, കൺഫേം ആണത്. പിന്നെ ഈ റൂള് നല്ലതാണ്. കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുള്ള ട്രസ്റ്റ് ഉണ്ടാവും. ചിലരുടെ ഇടയിലെങ്കിലും ഷവർമയ്ക്ക് ഒരു വില്ലൻ പരിവേഷം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പലപ്പോഴും നമ്മളെ ന്യൂസിലൊക്കെ ഷവർമ കഴിച്ച് മരിച്ചു എന്നുള്ള രീതിയിൽ വരാറുണ്ട്, ന്യൂസ് വരാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ തന്നെ ചില സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷവർമയാവാന്ന് വേണ്ട, വേറെ എന്തെങ്കിലും മേടിക്കാം എന്നുള്ള. പക്ഷേ കഴിക്കാറുമുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഷവർമ കഴിച്ചിട്ട് മാത്രം ആളുകൾ അങ്ങനെ മരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതൊരു ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡയാണോ? എന്താണ്? മേ ബി ഉണ്ടാവാം. മേ ബി ഒരു 2-5% ആളുകൾ ചിലപ്പം ഉണ്ടാവാം. അത് സെർവ് ചെയ്യുന്ന ഹോട്ടലിൻ്റെയും സെർവ് ചെയ്യുന്ന ഷെഫിനെയൊക്കെ അനുസരിച്ചുണ്ടാവും. ഞാനെപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, ഷവർമ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ മൂത്ത ചേട്ടനാണ്. അപ്പോൾ അതിൻ്റെ അനിയനാണ് മന്തി, ഇവരൊക്കെ അതിൻ്റെ അനിയന്മാരായിട്ട് വരും. ഇവരെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഷവർമൊക്കെ വിട്ടുണ്ടാവും, മൂത്ത ചേട്ടനാണ് എപ്പോഴും വിട്ടുണ്ടാവുക. ഈ ഒരു പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പം മന്തി കഴിച്ച് മരിച്ചവരുണ്ട്. പിന്നെ മോശം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഫുഡ് പോയ്സൺ ഉണ്ടാകും, ഏത് ഫുഡാണെങ്കിലും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് സ്പെഷ്യലൈസ് ചെയ്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളിപ്പം ഒരു റഹ്മത്തിലോ പാരകളിലോ പോയിട്ട് അവിടുത്തെ ബിരിയാണി അല്ലാത്തൊരു ഫുഡ് കഴിക്കണം എന്ന് നമ്മൾ നോർമലി നമ്മൾ ചെയ്യില്ല. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഷവർമൻ്റെ ഷോപ്പിൽ പോയിട്ട് ഷവർമ കഴിക്കാം. നമ്മളെല്ലാം കിട്ടുന്ന ഷോപ്പ് മീൻസ് ഹോട്ടലുകളുണ്ടാവും, അവിടെ പോയി അവർ ഷവർമക്ക് വെരി ലെസ് പ്രയോറിറ്റിയെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ അതിനുണ്ടാവും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷവർമ തരുന്ന റേറ്റുള്ള ഷവർമ പോയി കഴിക്കുക. അത്ര ഇതിന് ചെയ്യാൻ പാടില്ല, കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ബ്രോ, ഞാൻ ഇപ്പം ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ചോദിക്കുക. ഷവർമ കഴിച്ച് മരിച്ചു എന്ന് പറയുന്നതും ആ ഒരു സമയത്തിന് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ പുറം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ സുനാമി ചിക്കൻ എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്, സുനാമി ചിക്കൻ കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അത് വലിയ രീതിയിൽ ഇവിടെ ഹോട്ടലിലൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് സെല് ചെയ്യുന്നു. പക്ഷേ വളരെ ചീപ്പ് റേറ്റിൽ അവർക്ക് ഈ സുനാമി ചിക്കൻ കിട്ടുകയും ചെയ്യും. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമാണ്, പല ആൾക്കാരും അതുകൊണ്ട് മരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ. ശരിക്കും അങ്ങനെ ഒരു ഇതിൻ്റെ പുറകിലുണ്ടോ? നമുക്ക് തരുന്ന ഡീലേഴ്സൊക്കെ പക്കായിട്ട് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അത്രയും സെലക്റ്റീവായിട്ടേ ചെയ്യുള്ളൂ. നമ്മൾ ഈവൻ അവരെ ഫാം പോലും വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ എടുക്കുന്നത്. ഈവൻ ചിക്കനായാലും മട്ടനായാലും ഈവൻ ബീഫ് പോലും നമ്മളെല്ലാം ചെയ്യുന്നത് അവരെ ഫാം പോലും വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സംഭവം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ആധികാരികമായിട്ട് പറയാൻ എനിക്ക് ശരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് 60 രൂപയ്ക്കും 70 റുപ്യക്കും അല്ലെങ്കിൽ ചീപ്പ് പ്രൈസിനൊക്കെ ഷവർമ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്ലേറ്റ് ഷവർമാസ് പോലും ശരിക്കും 80 റുപ്പീസിനോ അല്ലെങ്കിൽ 70 റുപ്പീസിനൊക്കെ ഉണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ശരിക്കും ഇവരുണ്ടാക്കുന്ന ആ പ്രോഡക്റ്റിന് അത്രയും ലാഭകരമാക്കണമെങ്കിൽ ചീപ്പ് റേറ്റിന് സാധനം അവർ പർച്ചേസ് ചെയ്യണ്ടേ? അപ്പം ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കില്ലേ അധികം യൂസ് ചെയ്തിട്ടുണ്ടാവുക? പക്ഷേ അത് മാത്രമായിരിക്കില്ല. കാരണം ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കോസ്റ്റ് കിട്ടുക എന്നുള്ളൊരു സാധനം ഉണ്ടാവും. വാക്കിൻസ് കൂട്ടിയിട്ട് കോസ്റ്റ് കിട്ടുക എന്നുള്ളത്. ഒബ്വിയസ്ലി ഫുഡിന് എങ്ങനെ ആയാലും ഒരു 50-60% പ്രോഫിറ്റ് ഇട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം എങ്ങനെ ആയാലും നമുക്ക് ആ ഒരു എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ പോലും ഇവരെ കോസ്റ്റ് കിട്ടും. ഇപ്പം നമ്മൾ 130-150 രൂപേൻ്റെ ഷവർമ എന്ന് പറയുന്ന സാധനം അതിലൊരു 40-50% പ്രോഫിറ്റ് അവർ കാണുന്നുണ്ടാവും. ഈ ചിക്കൻ്റെ കേസിലാണെങ്കിലും ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചിക്കൻ തന്നെയല്ലേ ഇവിടെ മാക്സിമം ആളുകൾ യൂസ് ചെയ്യുന്നത്? നല്ല നമ്മളെ നാട്ടിൽ നിന്നുള്ളതാണ്. നമ്മളെ നാട്ടിൽ ഒരുപാട് ഫാമുകളുണ്ട്.
പല വീടുകളുടെ ഫ്രണ്ടിൽ ഫാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ചിക്കൻ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമൊന്നുമല്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. മീൻസ് നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്നേ മതിയാവുള്ളൂ. അത് ഒബ്വിയസ്ലി റൈറ്റാണ്. വോളിയം അത്രയും വേണ്ടതുകൊണ്ട് അത് ശരിയാണ്. പക്ഷേ അതും വളരെ ചുരുക്കമുള്ളൂ. ഈ പറഞ്ഞ പോലെയുള്ള മോശപ്പെട്ട ചിക്കൻ വരുന്നത്, മീൻസ് ചത്ത കോഴി വരുന്നത് കേസുകളൊക്കെ വളരെ ചുരുക്കമുള്ളൂ. സോ 1-2 കേസ് പിടിക്കുമ്പോഴേക്ക് എല്ലാം അതാണ് പറയുന്നതിനോട് യോജിപ്പില്ല. അപ്പോൾ ഇതല്ല, ചിക്കൻ എന്നുള്ളത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, വേറെയും പല ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ടാണല്ലോ നമ്മൾ ഷവർമയിലേക്ക് എത്തുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ക്വാളിറ്റിയും ഒക്കെ എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്? നമ്മൾ ഒരുവിധം വെജീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി പർച്ചേസ് ചെയ്യാണ്. കാരണം ഡെയിലി പർച്ചേസിന് ശരിക്കും കോസ്റ്റ് കൂടുതലാണ്. കാരണം നമുക്ക് അതിനു വേണ്ടി ഒരാൾ വേണം. പിന്നെ ഡെയിലി പോയിട്ട് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് എന്താ പറയുക, അതിന് കോസ്റ്റ് നമുക്ക് കൂടും. മീൻസ് ഓരോ പ്രൊഡക്റ്റിനും ആ ദിവസത്തേക്കുള്ള സാധനം മാത്രമേ നമ്മൾ വാങ്ങുള്ളൂ. അപ്പം അത് നമുക്ക് കോസ്റ്റ് കൂടിയാൽ പോലും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ആദ്യം തീരുമാനം എടുത്തതാണ്. കാരണം ഡെയിലി ഫ്രഷ് വെജീസ് കിട്ടും. നമ്മളിപ്പോൾ എത്ര ഫ്രിഡ്ജിൽ വെക്കുന്നതിന്, മീൻസ് ഫ്രീസറിൽ വെക്കുന്നതിനപ്പുറം നമുക്ക് ഡെയിലി മാർക്കറ്റിൽ പോയി എടുക്കുന്നതിന് അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മീറ്റ് ആണെങ്കിലും വെജീസ് ആണെങ്കിലും എല്ലാം, ഈവൻ മയണൈസും എല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ്. ബ്രോ, ഷവർമ എത്ര നേരം ലാസ്റ്റ് ചെയ്യും ആക്ച്വലി? ഷവർമ നമ്മൾ പ്രിപ്പയർ ആക്കി കഴിയും. ഷവർമ ആക്ച്വലി ഒരു 5 to 6 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മളെപ്പോഴും പറയാം ഒരു 2 hours കൊണ്ട് കൺസ്യൂം ചെയ്യാനാണ് പറയാം. കാരണം ഫോർ ദ സേഫ് സൈഡ്. കാരണം ഈ മയണൈസ് വേറെ, ചിക്കൻ വേറെ, വെജീസ് വേറെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു റോൾ, ഇതെല്ലാം കൂടെ മിക്സായിട്ട് എന്താ പറയുക കുഴഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇത് കേട് വരാൻ ചാൻസ് കൂടുതൽ. ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷവർമ നമ്മൾ, അതായത് ഷവർമ നമ്മളിപ്പോൾ ഒരു 10 kg ഷവർമ നമ്മൾ ഹാങ് ചെയ്തെന്ന് വിചാരിച്ചോ. അത് സ്പോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അത്രയും ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കൊടുക്കാൻ പറ്റും. സമയം കൂടുന്തോറും അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും എന്നുള്ളത്. അതായത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് സംഭവം. ശരിക്കും അതിലെന്തെങ്കിലും ഒരു ഇതുണ്ടോ? അത് ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ മീറ്റ് ഒരുവിധം മീറ്റും ഈ നമ്മുടെ അതിൻ്റെ ഗീ കാര്യങ്ങളെല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂട് തട്ടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നെയ്യ് ഉള്ളിലോട്ട് വലിയും, അല്ലെങ്കിൽ അത് മെൽറ്റായിട്ട് പോകും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും 10 കിലോൻ്റെ ചിക്കനാണ് നമ്മൾ ഹാങ് ചെയ്തതെങ്കിൽ ഫൈനൽ നമ്മളൊരു 3 മണിക്കൂറോ 4 മണിക്കൂറോ കഴിയുമ്പോൾ അത് ഏകദേശം ഒരു 1.5 കിലോ അറ്റ്ലീസ്റ്റ് നെയ്യായിട്ട് തന്നെ ഒലിച്ചു പോയിട്ടുണ്ടാവും. ഒന്നാമത് ഇപ്പോൾ പരമാവധി പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റായിട്ട് സെയിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് ക്വാണ്ടിറ്റിയിൽ കൊടുക്കാനും പറ്റും, അത്ര മാർജിനിൽ കൊടുക്കാൻ പറ്റും. ബ്രോ, കാലിക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷവർമ ഷോപ്സ് ഉണ്ട്. മുട്ടിന് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. പക്ഷേ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഇതിനെ ഒരു കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത് ആക്ച്വലി? ഞാൻ മനസ്സിലാക്കിയതൊരു സംഭവം വെച്ചാൽ നമ്മളെ ഫ്ലേവർ ഭയങ്കര ലൈറ്റാണ്. നമ്മൾ ഓവർ മസാലകൾ യൂസ് ചെയ്തിട്ട് ഈ ഷവർമ ഒരു ഇന്ത്യൻ കൾച്ചറിലേക്ക് വളരെ കുറവ് നമ്മൾ അത്ര രീതിയിലേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മൾ ഫ്ലേവർ ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ ആളുകൾക്ക് അത് കൂടുതൽ കഴിക്കാൻ, മീൻസ് വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ഷവർമയായിട്ട്. പ്രോഡക്റ്റിൻ്റെ ഈ ഒരു ക്വാളിറ്റിക്ക് അപ്പുറത്തേക്ക് നമ്മൾ മാർക്കറ്റിംഗ് സൈഡിലും കൂടി ശരിക്കും ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കണ്ടേ ആക്ച്വലി? അതെ, മാർക്കറ്റിംഗ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അധികം നമുക്ക് വേർഡ് ഓഫ് മൗത്ത് ഒരുപാട് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വലിയൊരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അങ്ങനെ നമുക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷം തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ മട്ടൻ ഷവർമൻ്റെ ഇതൊരു വെറൈറ്റി സംഭവം ആയതുകൊണ്ട് നമ്മുടെ ബോച്ചെ നമ്മളെ സ്റ്റോർ വിസിറ്റ് ചെയ്തിരുന്നു. പുള്ളിക്കാരൻ വിസിറ്റ് ചെയ്തു, അവിടുന്ന് കഴിച്ചു, നമ്മൾ പരിചയപ്പെട്ടു. ഈവൻ നമ്മൾ നമ്പർ വരെ ഷെയർ ചെയ്ത് പുള്ളിക്കാരന് പറഞ്ഞത് നമുക്ക് നിങ്ങൾ എറണാകുളത്തേക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പറയണം. പുള്ളിക്ക് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഉണ്ട്. ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന്. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ പുള്ളിക്കാരൻ വിസിറ്റ് ചെയ്ത ഒരു സംഭവം നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു കാലിക്കറ്റിൽ വന്നിട്ട് ഒരു ഷവർമ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെ. ഓക്കെ, നമ്മളിപ്പം നിങ്ങളെ യുണീക്ക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മട്ടൺ ഷവർമയാണ്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ യുണീക്ക് ആക്കുന്നത് പറഞ്ഞാൽ ഫുൾ മട്ടനാണ് നിങ്ങൾ അവിടെ ഗ്രില്ല് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം ശരിക്കും ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റുമോ? ഒരു മട്ടൺ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതൊരു ഷവർമ രൂപത്തിലേക്ക് ആക്കുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സ്. മീൻസ് അതിൽ നമ്മളെ റെസിപ്പി വരും, നമുക്കത് പറയാൻ പറ്റില്ല. റെസിപ്പിനെ ചെറിയ രീതിയിൽ റെസിപ്പി നല്ല മട്ടൺ, നമ്മളൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. ആ ഏജ് ലിമിറ്റുള്ള മട്ടൺ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ കൊണ്ടുവരും. അത് നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന ആളുണ്ട് കാലിക്കറ്റ് തന്നെ. അപ്പോൾ അവരെടുത്ത് നിന്ന് അത് എടുത്തിട്ട് നമ്മളെ ഷോപ്പിൽ കൊണ്ടുവന്ന് അതിന് മസാല ചെയ്യും. നമ്മളെ റെസിപ്പി ആ സാധനമുണ്ട്, ഒരു മസാല,
ആ മസാല ഇട്ടിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോളം നമുക്കത് വെച്ചിട്ടാണ് നമ്മൾ ഷവർമൻ്റെ ഇതിലേക്ക് കയറ്റുക. പിന്നെ അത് സ്ലോ കുക്കിംഗ് ആണ്, വളരെ സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ മട്ടൻ്റെ നെയ്യ് ശരിക്കും ആക്ച്വലി ഇത് വലിയൊരു ഫാക്ടറാണ്. മട്ടൻ്റെ മുകളിലുള്ള നെയ്യിന് പുറമെ നമ്മൾ നെയ്യ് എക്സ്ട്രാ വാങ്ങും. അത് കൂടെ ഇതിനെ മുകളിൽ വെച്ചിട്ട് ഉരുക്കുന്ന സമയത്താണ് ഇതിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര ഫ്ലേവറും വരും. ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആവും. ഇപ്പം കാലിക്കറ്റിലാണ് ഒരു ഷോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, 1 year ആയിട്ട് റൺ ചെയ്യുന്നത് നിങ്ങൾ. ഇപ്പോൾ ഫർദറായിട്ട് കൊച്ചിയിലേക്കും പിന്നെ ബാക്കിയുള്ള പല മെട്രോ സിറ്റീസിലേക്കും എക്സ്പാൻഡ് ചെയ്യാനൊക്കെയുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നാളെ മെട്രോ സിറ്റീസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ലൊക്കേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സെലക്ട് ചെയ്യുക? കൺസിഡറിങ് ഇതൊരു വേറെ ആരും കൊണ്ടുവരാത്തൊരു ഒരു USP ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ലൊക്കേഷൻസിലേക്ക് പോകുന്ന സമയത്ത് ഡിസൈഡ് ചെയ്യുക? നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ലൊക്കേഷൻ എന്തായാലും നോക്കുന്നില്ല. നല്ല വാക്കിൻസ് ഉള്ള സ്ട്രീറ്റുകളുണ്ടാവും, അതുപോലത്തെ സ്ഥലങ്ങളിൽ തന്നെയാണ്. ഇതിന് ഭയങ്കര ഡിപ്പെൻഡഡ് ഒന്നാമത്. അത് ഏതൊരു സ്ഥാപനത്തിനാണെങ്കിലും വാക്കിൻസ് ഭയങ്കര. കാരണം ഒന്ന് ഷവർമ്മ എനിക്ക് തോന്നുന്നത് മീൻസ് ആളുകൾ ഓൾറെഡി തീരുമാനിച്ചു വരുന്നൊരു സാധനമല്ല. ഇപ്പം നമ്മൾ കോഴിക്കോട് ഇറങ്ങുമ്പോൾ ഇന്ന സ്ഥലത്ത് നമുക്ക് ബിരിയാണി കഴിക്കാം, ഇന്ന സ്ഥലത്ത് ഒരു ചോറ് കഴിക്കാം എന്നുള്ള തീരുമാനത്തിനപ്പുറം ഷവർമ്മ ശരിക്കും വാക്കിൻസ് കസ്റ്റമേഴ്സ് വേണം. നമ്മളിപ്പോൾ പോകും എന്നാ വേണ്ട നമുക്കൊരു ഷവർമ്മ കഴിക്കാം, അതിൻ്റെ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് അപ്പം അതുപോലത്തെ വാക്കിൻസ് ഉള്ള സ്ട്രീറ്റിലായിരിക്കണം ഷവർമ്മ ഷോപ്പ് വേണ്ടത്. അതുപോലത്തെ മീൻസ് സ്ഥലങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാനും റെഡിയാണ്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിന് അതിൻ്റെ അത്രയ്ക്കുള്ളൊരു സ്പേസും ഷവർമ്മ ഷോപ്സിന് വേണ്ടല്ലോ അല്ലേ? ഇല്ല. ചെറിയൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം എന്ത് ഇത് വേണ്ടി വരും? എത്ര സ്ക്വയർ ഫീറ്റ് ഒക്കെ വേണ്ടി വരും? ഒരു മാക്സ് ടു മാക്സ് 250 സ്ക്വയർ ഫീറ്റ്, 250-300 സ്ക്വയർ ഫീറ്റൊക്കെ മതി ഒരു ഷവർമ്മ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. മീൻസ് മിനിമൽ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശരിക്കും 6 ആളുകളാണ് പാർട്ട്നേഴ്സിൽ. ആക്ച്വലി ശരിക്കും പല അഭിപ്രായങ്ങളും പല തലത്തു നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. ശരിക്കും ഇപ്പോൾ ഈ ഒരു 1 yearൻ്റെ ഇടയിൽ എന്തെങ്കിലും അങ്ങനെ പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ആണ് അറിയേണ്ടത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇപ്പോൾ പ്രയർ ലിമിറ്റഡ് എങ്ങനെ തുടങ്ങാണ്ടെങ്കിൽ നമ്മൾ 2-3 പേരുണ്ടാകും, നിങ്ങൾ 6 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 6 പേർക്കും 6 അഭിപ്രായമായിരിക്കും പല കാര്യങ്ങളിലും. ചിലപ്പോൾ അത് ഒരേപോലെ ആയി വരാം. കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ട് അതൊരു ചലഞ്ചാണോ അല്ല അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണോ? ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രെങ്ത് ആണ് നമുക്ക്. കാരണം നമ്മൾ സിൻസ് ലാസ്റ്റ് 2006 മുതൽ നമ്മൾ ഒരുമിച്ചാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മളെപ്പോഴും ഓരോരുത്തരെ നമ്മളെ ഓരോ മെൻറ്റാലിറ്റി നമുക്ക് അറിയുന്നതാണ് ഓരോരുത്തർ. അതുകൊണ്ട് നമുക്ക് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ഇതുവരെയായിട്ടുള്ളത്. ഈ 2006 മുതൽ ഞങ്ങൾ ഒരുമിച്ചായതുകൊണ്ട് ഇതിൽ ആര് ഹൈപ്പറാവും, ആരാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക, ആരാണ് ഡിസിഷൻ മേക്ക് ചെയ്യുക, ഇത് എല്ലാവർക്കും അറിയാം. ഒരാൾ ഹൈപ്പറാവുന്ന ആളുണ്ടെങ്കിൽ അവനങ്ങനെയാണ്, കുഴപ്പമില്ല. അപ്പം ഇത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്കത് ശരിക്കും സ്ട്രെങ്ത് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഡിസിഷൻസ് ഒന്നും ഡിലേ വന്നിട്ടില്ല. ഏത് ഡിസിഷൻസ് എടുക്കുന്നത് ഇപ്പം ഞങ്ങൾ 2-3 പേരെ ഞങ്ങൾ നാട്ടിലുള്ളൂ, ഞങ്ങളാണത് ഹാൻഡിൽ ചെയ്യുന്നത് കംപ്ലീറ്റ്. ബാക്കിയുള്ളവരെല്ലാം സൈലൻറ്റ് പാർട്ട്നേഴ്സാണ്. പക്ഷെ അവർക്ക് നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആണല്ലേ? ഓക്കെ. നിങ്ങളെ വർക്ക് ലൊക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? അപ്പം 3 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. നിങ്ങളെങ്ങനെയാണ് വർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളത്? എൻ്റെ മാർക്കറ്റിംഗ് സൈഡ് കംപ്ലീറ്റ് ഞാനാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പറേഷൻ മീൻസ് അതിൻ്റെ പിന്നെ സോഫ്റ്റ്വെയർ സൈഡുകളും അങ്ങനത്തെ സൈഡുകളൊക്കെ ബാസിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഷവർമ്മ ഔട്ട്ലെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ അതിൻ്റെ ചെറിയൊരു സ്പേസ് മതി എന്ന് പറഞ്ഞു. അതിന് നല്ലൊരു ഷെഫും പിന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബിസിനസ് മോഡലായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ പുതുതായിട്ട് അങ്ങനെ ഒരു ഷവർമ്മ ഷോപ്പ് അല്ലെങ്കിൽ ഒരു സ്നാക്കിൻ്റെ മുകളിൽ മാത്രം പിടിച്ചുകൊണ്ട് ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്ത് അഡ്വൈസ് ആയിരിക്കും നിങ്ങളുടെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ആ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. വെൽക്കം, അത്രേ ഉള്ളൂ. കാരണം ഈസി ആയിട്ട് വരാൻ പറ്റും. പ്രൊഡക്റ്റ് ആ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സംഭവം എല്ലാ ദിവസവും അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിന് ഏത് രീതിയിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നു. ഈവൻ നമ്മളിപ്പോൾ ഫ്രാഞ്ചൈസീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു കാറ്റഗറി നമ്മളെ റെസിപ്പി കാര്യങ്ങളൊക്കെ അതിലൊരു ചേഞ്ചസും ഇല്ലാതെ നമ്മളും ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. ശരിക്കും ഒരു ഷവർമ്മ ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ ഏകദേശം എത്ര വരും എമൗണ്ട്? സാധാരണ ഒരു ഷവർമ്മ തുടങ്ങുന്ന പോലെ അല്ല ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ ഈവൻ ഒമാനിലേക്ക് വരെ ആളെ വിട്ട് പഠിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഷോപ്പ് തുടങ്ങുന്ന എമൗണ്ടിൻ്റെ പകുതിയോളം ഞങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി
റെസിപ്പി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ നേരത്തെ ഒമാൻ അതെ, ഏകദേശം നമ്മൾ 2.5-3 ലക്ഷം രൂപ ഈ ട്രയലിന് വേണ്ടിയിട്ടും പുള്ളിക്കാരനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5-8 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഫസ്റ്റ് ഷോപ്പ് തുടങ്ങുന്നത്. കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഷവർമ ഷോപ്സ് ഉണ്ട് നമുക്കറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് US ഉണ്ട് ഒബ്വിയസ്ലി മട്ടൻ ഷവർമ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ എന്നാൽ പോലും മട്ടൻ ഷവർമ എന്നുള്ളത് സൈഡിൽ വെച്ചുകൊണ്ട് ചിക്കനാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്, അതിനാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും കാലിക്കറ്റിൽ. അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി എന്തൊക്കെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ് കോസ്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരിക്കും ചെയ്യേണ്ടി വരിക? നമ്മളിപ്പം അഫോർഡബിളായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ അറൗണ്ടിൽ ഇപ്പം നമ്മുടെ ഒരു ബ്രാഞ്ച് ഉള്ളത് വെളിമാടുന്ന്. ത്രൂ ഔട്ട് ചുറ്റുവട്ടി നിൽക്കണമൊക്കെ കോളേജ്, സ്കൂള്, അങ്ങനത്തെ സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ്, നമുക്കറിയാം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പലതരം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ ഓപ്ഷൻസും നമ്മളെ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതിപ്പോൾ നമ്മുടെ 1-2 ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു സീസണാണ്, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു സ്കൂൾ ടൈം, ഒരു സ്കൂളിൻ്റെ ഒരു പീരീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പോകുന്നത് അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ്. കാരണം കുട്ടികളാണ് കൂടുതലൊന്ന് വിസിറ്റ് ചെയ്യുന്നതും പർച്ചേസ് വാങ്ങുന്നതും. ബഡ്ജറ്റ് റോൾ ആക്ച്വലി 99 രൂപയ്ക്ക് 2 റോളാണ്. മീൻസ് മട്ടനിലല്ല, ഒബ്വിയസ്ലി മട്ടനിലല്ല, ചിക്കനിലാണ്. അത് ആദ്യമായിട്ടാണോ കാലിക്കറ്റിൽ അങ്ങനെ ഒരു അങ്ങനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മളെന്താ വെച്ചാൽ ആ കുട്ടികൾക്ക് അത് കഴിക്കാൻ പറ്റണം. അവർക്ക് ഈ ബ്രേക്കിന് 1/2 മണിക്കൂർ കൊണ്ട് വന്ന് പെട്ടെന്ന് ഒരു കഴിച്ച് പോകാൻ പറ്റുന്ന രീതിയിലേക്ക്, അപ്പം അഫോർഡബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കോമ്പോസ് അങ്ങനെ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കോമ്പോസ് ചെയ്യുന്നുണ്ട്, ജ്യൂസ് അല്ലെങ്കിൽ വിത്ത് ജ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ ഒരു ഷവർമ എന്നുള്ളൊരു ഈ ഒരൊറ്റ നീഷിൽ തന്നെ നിൽക്കാനുള്ള ഒരു പ്ലാൻ ആണുള്ളത്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ടോ? പുതിയ വെറൈറ്റീസ് ഓഫ് ഡിഷസിലേക്ക് പോകുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ്? എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്. മീൻസ് അതുപോലത്തെ ലൊക്കേഷൻ കിട്ടണം നമുക്ക്. മട്ടനിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, നമ്മളെ നാട്ടിലില്ലാത്ത, ഇതുവരെ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ കണ്ടിട്ടും അതിൻ്റെ റെസിപ്പി കിട്ടാനൊക്കെ ഉള്ള സംഗതികൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പം നമുക്കത് നാട്ടിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. മീൻസ് ചിലപ്പം നമ്മൾ ഇനിയിപ്പോൾ ഫ്രാഞ്ചൈസീസ് നമ്മൾ ബാംഗ്ലൂർ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചെന്നൈ നോക്കുന്നുണ്ട്. അപ്പം ആ സമയത്തൊക്കെ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ബ്രോ, ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഷവർമ ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഇന്നൊരാളെടുത്ത് അല്ലെങ്കിൽ ഒരു അമ്മമാരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാരോടുത്ത് പോയി ചോദിച്ചാലൊന്നും നമുക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേറെ എന്ത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ആരോട് പോയി ചോദിച്ചാലും അതിൻ്റെ ഒരു റെസിപ്പിയും കാര്യങ്ങളും അതിൻ്റെ ഒരു ഐറ്റംസ് ഒക്കെ കിട്ടും. ഷവർമ ഉണ്ടാക്കാൻ എനിക്ക് പഠിക്കണമെങ്കിൽ ശരിക്കും ഞാൻ എങ്ങനെയാണ് ഒരാളെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? നല്ലൊരു ഷെഫിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസോ കാര്യങ്ങളോ? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ത്രൂ ഇൻസ്റ്റാഗ്രാം കണ്ടതാണ്. ഇപ്പോൾ ഈ കോട്ടക്കൽ ഭാഗത്തോ അങ്ങനെ അവിടെ നമ്മുടെ ഷവർമ, മറ്റേ മന്തി, അൽഫാം, അങ്ങനത്തെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ട്രെയിനിങ്. അപ്പോൾ ഞാൻ പഠിത്തമുണ്ട് പൊറോട്ട അത് തമിഴ്നാട്ടിലെങ്ങനെയാണ് ഒരു മലയാളി ഇതായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും 10K ആണ് സാലറി കിട്ടുന്നതെങ്കിൽ പൊറോട്ട അടിച്ചിട്ട് 40,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ മീൻസ് നല്ല പണിയാണ്. ഈ ഷെഫ് എന്നുള്ള പണി എന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട് എടുക്കുന്നൊരു പണിയാണ്. ഇത് ഒന്നാമത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒന്നാമത് ഈ ഷവർമ എപ്പോഴും ഹീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇതാണ്. മീൻസ് അതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മറ്റേത് നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധനം ഇപ്പം ബിരിയാണി ഉണ്ടാക്കുകയാണ്, നമുക്ക് അതിൻ്റെ അടുത്ത് മാറി നിൽക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും അത് നമുക്ക് വേണ്ടി പോലെ. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരനെ ശരിക്കും ഇപ്പം. ഓക്കെ, അതിൻ്റെ ഫോളോ അപ്പ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ഷവർമ എന്ന് പറയുന്നത് നിങ്ങൾ ഷെഫിനെ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നാളെ ഫ്രാഞ്ചൈസിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരില്ലേ? ഈ ഷെഫ് തന്നെ ആയിരിക്കില്ലല്ലോ എല്ലാ സ്ഥലത്തും ഉണ്ടാവുക. അല്ല, നമ്മളെടുത്ത് അതിന് പ്രോപ്പറായിട്ടുള്ള റെസിപ്പി ഉണ്ട്. ആ റെസിപ്പി വെച്ചിട്ടാണ് നമ്മൾ ഷെഫ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ആ ഷെഫ് വന്ന സമയത്ത് നമ്മളൊരു റെസിപ്പിയിലേക്ക് എത്തി. ആ റെസിപ്പി നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് പിന്നെ നമ്മളെല്ലാ ഔട്ട്ലെറ്റുകളും ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത്. ഇനി അപ്പോൾ ഇയാളെ ഇനി നാളെ ബാക്കിയുള്ള ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറെക്കുറെ കവർ ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ എവിടെ തുടങ്ങിയാലും ഇവിടുന്ന് 1 month ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും വിടുള്ളൂ.
നമ്മുടെ ആളുകൾ അധികവും അറേബ്യൻ കൺട്രീസിലേക്കൊക്കെയാണ് പണ്ട് കാലം മുതലേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ ഒരു ടേസ്റ്റാണ് ശരിക്കും ഇങ്ങോട്ട് എന്താ പറയുക നമ്മൾ കുടിയേറിയത് എന്നൊക്കെ പറയാം. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ട്രെൻഡായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 to 20 years ആയിട്ടുള്ളൂ. നമ്മൾ ഫാസ്റ്റ് ഫുഡ് അറേബ്യൻ ഫുഡ്സൊക്കെ നമ്മളിൽ അത്രയും ഒരു അതിൻ്റെ അതിപ്രസരം എന്നൊക്കെ പറയാം. അപ്പം ഇപ്പം നമ്മൾ ആളുകൾ ഗൾഫിൽ നിന്നുള്ള ആ ഒരു ഗൾഫിലേക്ക് പോകുന്ന ഒരു കുടിയേറ്റം കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഗ്രാജുവലി. ഇപ്പം യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെയാണ് ആളുകൾ പോയി തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിയർ ബൈ ഫ്യൂച്ചറിൽ ആ ഒരു ട്രെൻഡ് ശരിക്കും ഇവിടെ കേരളത്തിൽ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവുക. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ പല ഭാഗത്ത് പോയിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് നമ്മളെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ തോന്നാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഷവർമയും സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയത്. ഷവർമ ആക്ച്വലി ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നതല്ല, ആക്ച്വലി ടർക്കിഷാണ്. അവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഒറിജിൻ. അപ്പം ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇപ്പം പല ആളുകൾ UK-ലും ജർമ്മനിയിലും പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പം അതുപോലത്തെ കഫേസൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് പിന്നിലെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ അധികം ആളുകൾ റൈസാണ് നമ്മൾ അധികം കഴിക്കാറുള്ളത്. അപ്പം ഇപ്പം യൂറോപ്യൻസിലേക്കൊക്കെ നമ്മൾ പോകുന്നതാണെങ്കിൽ അവർ റൈസ് കഴിക്കുന്നത് വളരെ കുറച്ചായി. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇനി പതിയെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിട്ടില്ല ശരിക്കും. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ ഉച്ചയ്ക്കും ചോറ്, രാത്രിയും അത് മാറി. രാത്രി ചോറ് കട്ടായി, കുറേയൊക്കെ വലിയ ഡിഫറൻസ് അല്ല ഇപ്പൊ. പക്ഷെ ഈവൻ KFC പോലും റൈസ് ഇറക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതെ, അതുണ്ട്. റൈസ് എന്താ മലയാള ഇന്ത്യൻസിന് പൊതുവെ ഒരു കൾച്ചർ അത് കഴിഞ്ഞാൽ അത് അതെ അങ്ങനെ ഒരു തോട്ടുണ്ട് ഒന്നാമത്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് കേരളൈറ്റ്സിന് എവിടെ പോയാലും കുറച്ച് റൈസ് കിട്ടി കഴിഞ്ഞാൽ ഹാപ്പി. നമ്മൾ റൈസ് കഴിക്കാതൊക്കെ നിൽക്കും. നമുക്ക് ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ റൈസ് കഴിക്കണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പോകും. നമ്മൾ ഒരു ഇച്ചിരി ചോറ് എവിടുന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എവിടെ പോയി വന്നാലും ലാസ്റ്റ് നമ്മുടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന സംഭവം ഇത് തന്നെയാണ്. നമ്മുടെ നാടൻ ഐറ്റമായിട്ടുള്ള ചോറാണെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ബീഫ് കറി ആണെങ്കിൽ ബീഫ് കറി, അങ്ങനത്തെ ഐറ്റം തന്നെയാണ്. ഒരുപാട് യാത്ര ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നമുക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ പേരിടുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ യാത്രകളിൽ നിന്നിട്ടാണോ നിങ്ങൾക്ക് ഒരു FND എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് തന്നത്? അത് എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് ആണോ? ഇത് ആക്ച്വലി കോപ്പി പേസ്റ്റ് അല്ല. നമ്മൾ തുർക്കിയിൽ അവിടെ ഓട്ടോമൻ എംപയറിലെ ഷെഫിൻ്റെ പേര് FND എന്നായിരുന്നു. പുള്ളിക്കാരൻ്റെ സർനെയിം ആയിരുന്നു FND. ഈ FND എന്ന് പറഞ്ഞാൽ ഷെഫ് എന്നുള്ളൊരു മീനിങ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ആളാണ് വേർട്ടിക്കൽ കൈൻഡ് ഓഫ് കട്ടിങ് കൊണ്ടുവന്നത് ചിക്കനിൽ. അപ്പം ആ പേരാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ട് നമ്മൾ ചെയ്തത്. FNDക്ക് പിന്നിൽ ഇങ്ങനെ ഒരു സ്റ്റോറിയും കൂടെ ഉണ്ടല്ലേ? ടർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കുക്കിംഗ് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടർക്കിയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വെർട്ടിക്കൽ, ഐ മീൻ കുക്കിംഗ് ആസ് ഇൻ ഡിഷസിൻ്റെ കേസിലൊക്കെ ഉള്ളത് എന്നാണോ വിചാരിക്കുന്നത്? നമ്മളോ അല്ല, മൊത്തത്തിൽ വേൾഡ് വൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അറബിക് ഈവൻ ടർക്കിഷ് ആണെങ്കിലും അറബിക് എന്നുള്ള കാറ്റഗറിയിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടർക്കിഷ് മീൻസ് ഇപ്പോൾ ഈവൻ തുർക്കി പോയി കഴിഞ്ഞാൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ്. മീൻസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ അടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പം. പക്ഷെ അവരൊക്കെ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുള്ളൂ, അതിനെ ബ്രാൻഡാക്കി മാറ്റുന്നത് ശരിക്കും മലയാളീസാന്ന് പറയാം. കാരണം ഫ്രൂട്ട് സലാഡിന്റെ ഒറിജിൻ ഈ ടർക്കി ആ ഭാഗത്താന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഫ്രൂട്ട് സലാഡ് ഫലൂദ. പക്ഷെ ഫലൂദ നാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയത് മലയാളീസ്. സത്യ നമ്മളത് വേഗം ബ്രാൻഡാക്കാന്നുള്ളൊരു പ്ലാനിലേക്ക് കൊടുക്കും. നമ്മൾ ശരിക്കും ഈ മലയാളികളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ എവിടെ പോയാലും ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാം, വീട്ടുകാർക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു നല്ലൊരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ത് ഫുഡ് ഐറ്റം കണ്ടാലും ഇത് നമ്മുടെ നാട്ടിലല്ലോ, നമുക്ക് അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ല വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ. അത് ചിന്ത എപ്പോഴും നമ്മൾ മലയാളിയുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ്. ഒരു റെസ്റ്റോറൻറ്റും ഒരു ഔട്ട്ലെറ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്പേസിൽ നമുക്ക് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ ഡിഫർ ചെയ്തിരിക്കും ഒരു റെസ്റ്റോറൻറ്റും ഒരു സ്നാക്കിൻ്റെ ഔട്ട്ലെറ്റ്? ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഇപ്പോൾ ഷവർമേൻ്റെ ഔട്ട്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ മാർജിൻ നമുക്ക് ഏകദേശം എന്ത് രീതിയിൽ പ്രതീക്ഷിക്കാം? നമുക്ക് ഏകദേശം ഒരു 30 to 40% പ്രോഫിറ്റ് അതിൽ പ്രതീക്ഷിക്കാം.
ഇത് EBIT ആണ്, അതായത് ബിഫോർ ടാക്സ് ആൻഡ് എവറിത്തിങ് ആണോ? നിങ്ങളുടെ ലേബർ ചാർജ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബിഫോർ ടാക്സ്. അതെ, ഓൾമോസ്റ്റ് എല്ലാ എക്സ്പെൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. മീൻസ് അത് ഇപ്പം ഷവർമൻ്റെ ഷോപ്പ് ഇല്ലെങ്കിൽ ഒരു ചായക്കട എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് ഒരു ഹോട്ടൽ നടത്തുന്നതിനേക്കാളും. ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് നടത്തുന്ന സമയത്ത് അതിന് ഒരുപാട് പ്രൊഡക്ഷൻ, ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ റിസ്ക് അതിന് കൂടുതലാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റിസ്ക് കുറവാണ്. പക്ഷേ നമുക്കൊരു 30-40 അല്ലെങ്കിൽ 20 to 40 നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് നിറയെ ഷോപ്പിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസ് മോഡലിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്? അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് അയാളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? നമുക്ക് വേണ്ടത് ആക്ച്വലി നല്ല ഞങ്ങളെപ്പോലെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ. ചുമ്മാ വന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തുനിന്ന് ഒരുപാട് ലാഭം കിട്ടണം ലാഭം കിട്ടും, ഒബ്വിയസ്ലി ലാഭം കിട്ടണം. പക്ഷെ അതിനപ്പുറം ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അവർക്ക് വേണ്ടി നമുക്ക് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് അവരെ നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അവർക്ക് നമുക്ക് ഇവിടെ ഒരു ഷെഫിനെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യാം. റെസിപ്പീസ് നമുക്ക് എത്തിച്ചു കൊടുക്കാം. എല്ലാം ചെയ്യാം. വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ, നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ മീൻസ് ഒരു 10 lakhs ബിലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക്. അപ്പോൾ എനിക്ക് F&D ഷവർമൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 10 lakh ക്യാപിറ്റൽ കാണണം. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടിട്ട് അത് വേണ്ട. കാരണം ഈ എടുക്കുന്ന ആൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെയും ബാക്കി ഫ്രാഞ്ചൈസി ആളുകളും അപ്രോച്ച് ചെയ്യുള്ളൂ. നമുക്ക് എടുക്കുന്ന ആളുകൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈവൻ ഞങ്ങൾ ഫ്രാഞ്ചൈസി കോസ്റ്റ് പോലും ഞങ്ങൾ വളരെ കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാതെ പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ വേറെ എന്തൊക്കെയാണ് കാണേണ്ടത്? ലൊക്കേഷൻ, ഷോപ്പ് റെൻറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഒരു പ്ലാൻ? അങ്ങനത്തെ മീൻസ് പ്രൈമായിട്ടുള്ള ലൊക്കേഷനാണ് നമ്മൾ ഒന്നും കൂടെ നമ്മളെ സൈഡിൽ നിന്നുള്ളൊരു നോക്കുക. ബാക്കി പിന്നെ നമുക്ക് അത്ര ഈ ഷോപ്പ് റെൻറ്റ് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ലേ. ഓരോ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ മേലെ വരുന്ന ബാക്കിയുള്ള മീൻസ് എന്താ പറയുക, അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്യും കേട്ടോ. അതിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. 2006 മുതൽ അറിയാവുന്ന 6 പേര് ഇപ്പോൾ 2024 ആകുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തു. ലാസ്റ്റ് ഷവർമ എന്ന് പറയുന്ന ഒരു ഡിഷിലേക്ക് എത്തി. അതിൻ്റെ മുകളിൽ കുറേ ടെസ്റ്റ് ചെയ്തു. ഫൈനലി ഒരു ഷോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ത്യയിലേക്ക് തന്നെ ഒരു യുണീക്ക് ഡിഷ് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ഈ ഒരു ഇത്രയും നാളത്തെ ഒരു ജേർണി ആലോചിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരുപാട് പ്രൗഡായിട്ട് തോന്നുന്നത്? ആക്ച്വലി ഞങ്ങൾ മാത്രമല്ല പ്രൗഡ്, ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളുടെ ഫാമിലിയും ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഭയങ്കര കോണ്ടാക്റ്റ് ഉള്ളവരാണ്. നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം തന്നെ ഞങ്ങൾ ഹൈസ്കൂളിൽ നിന്ന് ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിലി പിന്നീട് അവരൊരു ഫാമിലിയായി. ആ ഫാമിലി ഞങ്ങൾ ഈ ഫാമിലി മൊത്തത്തിലൊരു ഫാമിലി സെറ്റപ്പിൽ തന്നെ ആ രീതിയിലേക്കായി. നമുക്ക് വേറെ റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ഫാമിലി മൂഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയും ആവാം എന്നുള്ളൊരു പ്രൗഡ് മൊമെൻറ്റ് നമുക്കുണ്ട്. ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ, നിങ്ങൾ F&D ഷവർമൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 1.5 year നല്ല രീതിയിൽ റൺ ചെയ്ത് അത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ശരിക്കും ഈ ചെറിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. കോഴിക്കോട് എസ്പെഷ്യലി ഒരുപാട് പേര് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് ട്രൈ ചെയ്തതാണ്. പക്ഷെ അതിൽ സക്സസ് ആവുന്ന വളരെ കുറച്ച് % ആൾക്കാരുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കും തുടക്കത്തിൽ നമ്മൾ ലോസിലായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ അതിൻ്റെ ബാക്കിൽ നടന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെ കയ്യിൽ അത്രയും യുണീക്കായിട്ടുള്ളൊരു സാധനമുണ്ട്. ഇത് വെറുതെ എന്താ പറയുക, പിന്നെ നമ്മളെ നാട്ടിൽ അറിയപ്പെടാതെ പോകേണ്ട ഒരു സംഭവമല്ല. ആ ഒരു വിഷ് നമ്മളെ ഉള്ളിലുള്ളത് കൊണ്ട് ഞങ്ങളതിന് നിരന്തരം ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ചില സമയത്ത് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും പല ആളുകളിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അൽഹംദുലില്ലാഹ് സേഫാണ്. അന്ന് ഇൻഫ്യൂസ് ചെയ്ത ക്യാപിറ്റലൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റി. യെസ്. അതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ജനറേഷനും പോസിബിൾ ആയി. യെസ്. ഗ്രേറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഫോളോ അപ്പ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഏത് കോണിൽ ചെന്നാലും, ഭൂമിയുടെ ഏത് കോണിൽ ചെന്നാലും മലയാളി ചെല്ലുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കറേജ് എപ്പോൾ അത് നമ്മുടെ ഒരു ബ്ലഡിലുള്ളതാണ് ആക്ച്വലി. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും മലയാളിയുടെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ബ്രാൻഡ്സ്, ഇപ്പോൾ ഈവൻ ഈ ചായവാല വരെ
ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അവർ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ്, കഫേ സുലൈമാനി, അങ്ങനെ ഇപ്പോൾ ഫലൂദ നാഷൻ ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ്. അപ്പം ഇനി ഭാവിയിൽ നമുക്ക് അങ്ങനെ F&D ഷവർമേനെ കാണേണ്ടി വരും. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എവിടെയൊക്കെ വ്യാപിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി നമ്മൾ കറൻ്റ്ലി ഇപ്പം കോഴിക്കോടുള്ളതെന്ന് നമ്മുടെ എക്സ്പാൻഷൻ ചെയ്ത് നോക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ നിയർ ബൈ സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടും കർണാടക, ആന്ധ്ര അങ്ങനെയാണ് നോക്കുന്നത്. അതിൽ തന്നെ ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ടാർഗറ്റായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫ്രാഞ്ചൈസി അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് ആരെങ്കിലും സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അതിന് എന്താ പറയുക കൊടുക്കാനും ഉള്ള ഇതിലാണുള്ളത് ടോപ്പിലാണ്. ഈ ഷവർമ എന്ന് പറയുന്ന ഈ ഒരു ഡിഷിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇത് വേറെ ഏതെങ്കിലും രീതിയിലാവാനുള്ള ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? അല്ലെങ്കിൽ വേറെ എന്തൊക്കെ യുണീക്ക് കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ നമുക്കിപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് മാറേണ്ടി വരും. അപ്പം എന്തൊക്കെ രീതിയിലാണ് ഇനി ഫ്യൂച്ചർ ഫുഡിൻ്റെ രീതി മാറുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും പക്ക ഇപ്പം ഒരുപാട് മാറ്റം വന്നത് ഹൈജീൻ, ഒരുപാട് നല്ല എല്ലാ ഹോട്ടലുകളും ഹൈജീനിക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു മാറ്റമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഫുഡിൻ്റെ പ്രൊഡക്റ്റിലൊക്കെ നമുക്കും ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട്. മീൻസ് നമ്മൾ ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ വരാനുണ്ട്. ഷവർമ മാത്രമല്ലാതെ മീൻസ് മട്ടൻ ഷുവ എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളെ പ്ലാനിലുണ്ട്. അതൊക്കെ ഇനി വരുന്ന ഇതിനനുസരിച്ച് ഉണ്ടാവും. നമ്മൾ വരുന്ന നല്ല ഫ്രാഞ്ചൈസി ടീമിനനുസരിച്ചൊക്കെ ഉണ്ടാവും. ഈ ചിക്കൻ ഷവർമയും മട്ടൻ ഷവർമയും കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും എന്ത് ഡിഫറൻസ് ആണുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇത് ടേസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് ഡിഫറൻസ് ആയിരിക്കും ഫീൽ ചെയ്യുക? നല്ല ഡിഫറൻസ് അല്ലേ? കാരണം മട്ടൻ ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ള സമയത്ത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പാകിസ്ഥാനികളൊക്കെ കൂടുതലും മട്ടൻ ബിരിയാണിയാണ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഹൈദരാബാദ് പോകുന്ന സമയത്ത് അവിടെ മട്ടൻ ബിരിയാണിയാണ്, മട്ടൻ പുലാവ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മട്ടൻ ചിക്കനെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടോ? മട്ടന് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. പക്ഷെ അതിനപ്പുറം മട്ടൻ്റെ ടേസ്റ്റ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് മട്ടന് ശരിക്കും മട്ടൻ ഫാൻസുകാരാണ്. ശരിക്കും മട്ടനോടൊരു ഭയങ്കരമായ അമിതമായ സ്നേഹം ഉണ്ടായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് മട്ടൻ, ഞാൻ അറിഞ്ഞുകൊടുത്തോളം. അതേപോലെ തന്നെ മമ്മൂട്ടി കൂടുതൽ മട്ടൻ ബിരിയാണിയാണ് അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. പക്ഷേ ചിക്കൻ ഒരു നോർമൽ സംഭവമാണ്. ചിക്കൻ്റെ കൂടെ ഇപ്പം എന്തിട്ടാലും അതിൻ്റെ ടേസ്റ്റാണ് വരിക എന്ന് പറഞ്ഞ പോലെ മട്ടൻ അങ്ങനെയല്ല. മട്ടൻ്റേതായ ഒരു ടേസ്റ്റും അതിൻ്റെതായ ഒരു പ്രൗഢിയും ഉണ്ട്. പ്രൗഢിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു പ്രീമിയം ഐറ്റമാണല്ലോ മട്ടൻ. നമ്മൾ വർഷത്തിലൊന്നോ അല്ലെങ്കിൽ കുറച്ച് കാലം ഒരു മാസത്തിലൊന്നൊക്കെ ആയിട്ട് മട്ടൻ ഐറ്റംസ് കഴിക്കാൻ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. ആ ഒരു സമയത്ത് കേരളത്തിൽ ഇങ്ങനെ ഒരു മട്ടൻ ഷവർമ എന്ന് പറയുന്ന ആശയങ്ങൾ കൊണ്ടുവന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സക്സസ് ആണോ? ഡെയിലി നമുക്ക് അവിടെ ബിസിനസ് നടത്താൻ പറ്റുന്നുണ്ടോ മട്ടൻ്റെ? അതാണ് ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പം നമുക്കത് സക്സസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് ഇപ്പം. കാരണം നമുക്ക് മട്ടനേക്കാൾ കൂടുതൽ ചിക്കൻ പോകുന്നുണ്ട്. കാരണം ഇവിടെ ആളുകൾ ചിക്കനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞു ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇത് മട്ടൺ ബിസിനസ് തന്നെയായിരിക്കും മെയിൻ ഫോക്കസ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി? എന്തായാലും മട്ടൺ ബിസിനസ് തന്നെ ആയിരിക്കും. കാരണം അവിടെയൊക്കെ നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ മട്ടൺ പ്രിഫർ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം കോയമ്പത്തൂർ, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഈവൻ ബാംഗ്ലൂർ പോലും ഒരു സ്റ്റഡി നടത്തിയിട്ട് മനസ്സിലായത് കൂടുതൽ ആളുകൾക്ക് മട്ടൺ പ്രിഫർ ചെയ്യാൻ അവർ ഓക്കെയാണ്. മട്ടൻ്റെ പല വെറൈറ്റികളുണ്ട്. ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മട്ടൻ്റെ. നമ്മളിവിടെ ഭയങ്കര റെയറാണ്. ഷോപ്പുകളിൽ പോയി ചിക്കൻ, ബീഫ്, അതിനപ്പുറത്തേക്ക് മട്ടൺ ഒക്കെ അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ തരുള്ളൂ. ആ രീതിയിലൊക്കെയാണ്. പക്ഷേ പുറത്ത് അങ്ങനെയല്ല. പുറത്ത് ഏത് ഷോപ്പിൽ പോയി മട്ടൻ്റെ കറി, മട്ടൻ ഫ്രൈ, ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. അതിനോട് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുന്ന സമയത്ത് എന്തായാലും മട്ടൻ തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മട്ടൻ ഷവർമ കൊണ്ടുവന്നത് 2 മലയാളി അല്ലെങ്കിൽ F&D ഷവർമയാണ് നമുക്ക് നിസ്സംശയം പറയാമല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടും കാലിക്കറ്റ് മാത്രം നിൽക്കാതെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ആന്ധ്രയിലേക്കും ഇന്ത്യ ഒട്ടുക്ക് ഇത് വ്യാപിക്കട്ടെ. ഒരുപാട് ഫ്രാഞ്ചൈസ് ഓപ്ഷൻസ് വരട്ടെ, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. And of course a big thank you to all our listeners for tuning in. So വേറിട്ട പരീക്ഷണങ്ങളും വേറിട്ട ആശയങ്ങളുമാണ് എന്നും ചരിത്രം തിരുത്തിയിട്ടുള്ളത്. ഒരു 10 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറം ഫുഡ് ഇൻഡസ്ട്രി മാറിയിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.